മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കുമെങ്കിലും ആരൊക്കെ മന്ത്രിസഭയിൽ എത്തും എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. രണ്ടാം മോദി സർക്കാർ മന്ത്രിസഭയിലെ മുതിർന്ന BJP അംഗങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവരുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളും സർക്കാരിന്റെ ഭാഗമാകും. കൂടാതെ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ നേതാക്കളും മന്ത്രിസഭയിലെത്തും. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന BJP പട്ടികയിൽ ബാൻസുരി സ്വരാജും സുരേഷ് ഗോപിയും ഇടം പിടിക്കും. അബ്കി ബാർ 400 പാർ. ഇത്തവണ 400 കടക്കാൻ ലക്ഷ്യമിട്ട BJP അതിന്റെ പരിസരത്ത് പോലും എത്തിയില്ല. കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനാണ് ഇപ്പോൾ BJP തയ്യാറെടുക്കുന്നത്. ഇന്നലെ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം ഇതിനായി മോദിയെ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ച നരേന്ദ്രമോദി തന്റെ മുൻ സർക്കാരിന്റെ ഭാഗമായ മുതിർന്ന നേതാക്കളെ പുതിയ സർക്കാരിലും നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, S ജയശങ്കർ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവരെല്ലാം മന്ത്രിസഭയിൽ ഇടം പിടിക്കും. അമേഠിയിൽ തോറ്റെങ്കിലും സ്മൃതി ഇറാനിക്കും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് വിവരം. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കാലാവധി പൂർത്തിയാക്കുന്ന BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരും നാളെ സത്യവാചകം ചൊല്ലും. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ സംഘടനാ രംഗത്തേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം പാർട്ടി പരിഗണിക്കുന്നുണ്ട്. നിർമ്മല സീതാരാമനെ പാർട്ടിയുടെ അധ്യക്ഷയാക്കണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലിസ്റ്റ് രാഷ്ട്രപതിക്ക് കൈമാറും മുമ്പ് നരേന്ദ്രമോദി കൈക്കൊള്ളും. മന്ത്രിസഭയിലേക്ക് വനിതകൾക്ക് കൂടുതൽ പരിഗണന BJP നൽകുമെന്നാണ് വിവരം. ബാൻസുരി സ്വരാജ്, ഡോക്ടർ ലതാ വാങ്കഡെ, സാവിത്രി ഠാക്കൂർ എന്നിവരാകും പാർട്ടിയുടെ വനിതാ മുഖങ്ങൾ. സുഷമ സ്വരാജിന്റെ മകളാണ് ബാൻസുരി സ്വരാജ്. മധ്യപ്രദേശിലെ സാഗർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ലതാ വാങ്കഡെ. പട്ടികവർഗ സംവരണ മണ്ഡലമായ മധ്യപ്രദേശിലെ ധർ മണ്ഡലത്തിൽ നിന്നാണ് സാവിത്രി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിർദ്ദേശങ്ങൾ ഇപ്രകാരമൊക്കെയാണെങ്കിലും പ്രാദേശിക സന്തുലിതാവസ്ഥ, ജാതി സമവാക്യം, ഘടകകക്ഷികളുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നിവ കൂടി പരിഗണിച്ചാകും BJP മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. 24 ഡൽഹി. കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 15ഓളം മന്ത്രിസ്ഥാനങ്ങളാകും ഘടകകക്ഷികൾക്കായി BJP മാറ്റിവെക്കുന്നത്. ശക്തമായ സമ്മർദ്ദം ചെലുത്തി TDPക്ക് ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി പദവും ലഭിക്കും. JDUവിന് ഒരു ക്യാബിനറ്റ് പദവും ഒരു സഹമന്ത്രി പദവും ലഭിക്കാനാണ് സാധ്യത. കേന്ദ്രമന്ത്രിസഭയുടെ ഘടനയിൽ അന്തിമധാരണ രൂപപ്പെടുകയാണ്. ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള 57 സ്ഥാനങ്ങളിൽ 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് കൈമാറും. TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവുമാണ് ലഭിക്കുക. JDUവിന് ഒരു ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവും ലഭിക്കും. LJPക്കും JDSനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ ആകും ഉണ്ടാകുക. സമാനമായി ശിവസേനയ്ക്കും NCPക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തങ്ങളുടെ മന്ത്രിസഭയിലെ പ്രതിനിധികളെ സംബന്ധിച്ച് തെലുങ്കുദേശം ഇതിനകം ഏകദേശ ധാരണയിലെത്തി. ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കിഞ്ചാരപ്പു രാമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. പൊമ്മസാനി ചന്ദ്രശേഖർ, വേമിറെഡ്ഡി പ്രഭാകർ റെഡ്ഡി എന്നിവർക്കാണ് സഹമന്ത്രി സ്ഥാനം. 4ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ D പ്രസാദറാവു, D കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ സത്യവാചകം ചൊല്ലും. വല്ലഭനേനി ബാലശൗരി കേന്ദ്രമന്ത്രിസഭയിൽ ജനസേന പാർട്ടിയെ പ്രതിനിധീകരിക്കും. ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും 3ാം മോദി സർക്കാരിന്റെ ഭാഗമാകും. HD കുമാരസ്വാമിയാണ് JDS പ്രതിനിധി. തിരിച്ചടികൾക്കിടയിൽ ഉത്തർപ്രദേശിലെ ജാട്ട് മേഖലയിൽ 2 സീറ്റുകൾ നേടിയ RLDയിലെ ജയന്ത് ചൗധരിയും കേന്ദ്രമന്ത്രിസഭയിലെത്തും. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. സത്യപ്രതിജ്ഞയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കേന്ദ്ര ക്യാബിനറ്റിലെ അംഗങ്ങൾ ആരൊക്കെയെന്നതിൽ രാജ്യമൊന്നാകെ ആകാംക്ഷ തുടരുകയാണ്. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആർക്കെ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ TDP, JDU ഇവരുമൊക്കെയായി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. BJPയിൽ നിന്ന് ആരൊക്കെ? കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു പേര് കൂടി ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയൻ,
നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം പൂർത്തിയാവുകയുള്ളൂ. ഈ മന്ത്രിമാർ ആരൊക്കെയാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം തേടുന്ന നടപടികളടക്കം ഇനി ബാക്കിയായിട്ടുണ്ട്. ഒപ്പം ഈ അംഗങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള ചില കാര്യങ്ങൾ അടക്കമുള്ളവയിൽ ഒരു അഭിപ്രായ സമന്വയം എത്തേണ്ടതുണ്ട്. ഘടകകക്ഷികളുടെ കാര്യത്തിലും ഘടകകക്ഷികൾ തീരുമാനിച്ച മന്ത്രിമാരുടെ ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമേ BJPക്ക് അവരുടെ മന്ത്രി പട്ടിക അവസാനമായിട്ട് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യം നമ്മൾ ഇന്നലെ മുതൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. രണ്ടുപേരുടെ കാര്യത്തിൽ, അമിത്ഷായുടെ കാര്യത്തിലും നിർമ്മല സീതാരാമൻ്റെ കാര്യത്തിലും മാത്രമാണ് ഏതാനും ചില സംശയങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ ഈ രണ്ടുപേരും നിലവിലുള്ള സാഹചര്യത്തിൽ BJPയുടെ സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങണം എന്നൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എങ്ങനെയായിരിക്കും പാർട്ടി അന്തിമമായിട്ട് പരിഗണിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം. നമുക്ക് ഇപ്പോഴറിയാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയായിരിക്കും അവസാനമായിട്ട് തീരുമാനം കൈക്കൊള്ളുക. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറും. രാഷ്ട്രപതി ഭവന് കൈമാറുന്നതിന് മുൻപ് ഈ ചർച്ചകൾ പൂർത്തിയാക്കിയായിരിക്കും അദ്ദേഹം തീരുമാനം കൈക്കൊള്ളുക. ഒരുപക്ഷെ നിർമ്മല സീതാരാമനെ സംഘടനാ രംഗത്തേക്കാണ് നിയോഗിക്കുന്നതെങ്കിൽ അവർ JP നദ്ദയ്ക്ക് പകരം, JP നദ്ദയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്, JP നദ്ദയ്ക്ക് പകരം BJPയുടെ അധ്യക്ഷയായി മാറുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. നാരീശക്തി എന്നൊക്കെ പറഞ്ഞ് BJP വലിയ പ്രചരണം നടത്തുന്ന ഈ കാലത്ത് അധ്യക്ഷയായി ഒരു വനിത എത്തുന്നു എന്ന രീതിയിൽ BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് അവരുടെ വിചാരം. മറുവശത്ത് അമിത്ഷാ സഭയിൽ ഉണ്ടാകണം എന്ന ഒരു തീരുമാനം, അത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും, ആഭ്യന്തരമന്ത്രിയായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് അറിയാനായി പറ്റുന്നത്. മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഈ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അടക്കമുള്ള മന്ത്രിമാരെ അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം നടക്കുകയാണ്. ആകെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ 25 പേരാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ 24 മുതൽ 25 വരെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികൾക്ക് ആകെയുള്ള 57 സീറ്റുകളിൽ നിന്ന് 57 മന്ത്രി പദവികളിൽ നിന്ന് വിട്ടു നൽകാനായിട്ട് തീരുമാനിക്കുന്നത് ഏതാണ്ട് 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങളായിരിക്കും. അത് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് രാത്രിയോട് തീരുമാനമുണ്ടാകും. ഏതായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം സംബന്ധിച്ചൊരു വ്യക്തത വരുമെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങളനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന രാഷ്ട്രപതി ഭവനിലെ തൊട്ട് പിന്നിലായിട്ട് ഇപ്പോൾ ഈ നാളത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് BJPയുടെ ആൾക്കാരുണ്ട്. അവിടെ വെച്ച് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിയോടുകൂടി, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രാത്രിയോടുകൂടി ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറണം. രാഷ്ട്രപതി മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അതിന് തയ്യാറെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഏറെക്കുറെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നേക്കാം എന്ന് പറയുന്നു. ആർക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരാളെ പരിഗണിക്കാം കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ സൂചനകൾ വന്നിട്ടുണ്ടോ? പലരും പല പേരുകൾ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം BJP കേന്ദ്ര നേതൃത്വം നൽകിയതായി നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വിജയൻ, ഇത്രമാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം ഇത്തവണ ഈ ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ പ്രാതിനിധ്യം 1-2 നരേന്ദ്രമോദി സർക്കാരിൽ തുലവും തുച്ഛമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കാരിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടി ഉണ്ട് എന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ തൃശ്ശൂർ വിജയിക്കാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള പിന്തുണ, ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ പിന്തുണ വലിയ രീതിയിൽ ആർജിക്കാൻ സാധിച്ചത് കൊണ്ടാണ് എന്ന വിലയിരുത്തലുണ്ട്. ഈ മണിപ്പൂർ പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്തും ഇത്രയധികം പിന്തുണ ലഭിക്കുമെന്ന് ഒരുപക്ഷെ ദേശീയ നേതൃത്വം അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ആ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിൽ ഉള്ള ഒരു പരിഗണന നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പേര് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും നൽകുന്നില്ല. ചർച്ചകൾ തുടരുകയാണെന്നാണ് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും പേരാണോ എത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. ഏതായാലും ന്യൂനപക്ഷ
ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പേര് പരിഗണിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. മറ്റേതെങ്കിലും വിധത്തിൽ ചർച്ചകൾ വഴിമാറിയില്ലെങ്കിൽ കേരളത്തിന് ആ പ്രാതിനിധ്യം രണ്ടാമത്തെ മന്ത്രി എന്ന രീതിയിൽ ലഭിക്കുകയും ചെയ്യും. വിജയൻ. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.